സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോർഗം മൊളാസസ് എന്നാണ്. അപ്പം നമ്മുടെ നാട്ടിലെ മണിച്ചോളം വെച്ചുണ്ടാക്കിയ മൊളാസസ് എന്നാണ് ഇതിന് പറയണത്. അപ്പം ഇത് സാധാ മണിച്ചോളം അല്ല, അതിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്, സ്വീറ്റ് സോർഗം എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറയണമെന്ന് വെച്ചാൽ ഒരു സ്വീറ്റ്നറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് ഹണി നമ്മൾ മധുരത്തിനായിട്ട് എവിടേക്ക് ഉപയോഗിക്കുന്നത് അവിടേക്ക് ഉപയോഗിക്കാം. പിന്നെ അത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്, കാൽഷ്യം, അതർ മിനറൽസ് എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡിഷിലോട്ട് മാറ്റി. അപ്പോൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അപ്പോൾ തന്നെ നമ്മുടെ ശർക്കര കുറുക്കിയതുപോലെ തന്നെ ഉണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് സ്വീറ്റ് സോർഗം മൊളാസസ്. പിന്നെ ഇതിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഫൈൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ റിച്ച് ഇൻ എസെൻഷ്യൽ മിനറൽസ്, പൊട്ടാഷ്യം, കാൽഷ്യം, അയൺ, മാഗ്നീഷ്യം, മാംഗനീസ്, സിങ്ക്, സെലിനിയം എന്നൊക്കെ ഈ മിനറൽസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഈ സിങ്ക് വരുമ്പോഴത്തേക്ക് ഇമ്മ്യൂണിറ്റി കൂടുമെന്നാണ് പറയണത്. പിന്നെ ഫൈബർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പൊട്ടാഷ്യം പ്രസൻസ് ഉള്ളതുകൊണ്ട് BP കുറയ്ക്കാൻ ഹെൽപ്ഫുള്ളാന്ന് പറയുന്നുണ്ട്. പിന്നെ B വൈറ്റമിൻസ് ഉണ്ട്, അത് ബ്രെയിൻ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെറുതെ പറയുന്നതല്ല, ഡയലോഗ് പറയുന്നതല്ല. ഇതിൻ്റെ എല്ലാം സ്റ്റഡീസ് 1000 മേലെ സ്റ്റഡീസ് ഉണ്ട് പബ്മെഡിൽ നോക്കിക്കഴിഞ്ഞാൽ. ഞാനിപ്പോൾ 2-3 സ്റ്റഡീസ്, ബേസിക് ആയിട്ടുള്ള സ്റ്റഡീസിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇതാണ് സോർഗം സ്വീറ്റ്നർ മൊളാസസ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്യണം മണിച്ചോളമല്ല, ഇതിൽ തന്നെ ഒരു സ്വീറ്റ് സോർഗം എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഉണ്ട്. ആ വെറൈറ്റി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കരിമ്പിൻ ജ്യൂസ് പോലെ ആക്കി ചൂടാക്കി കുറുക്കിയെടുക്കുന്നതാണ്. എൻ്റെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ GM സോർഗമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ GM ഫുഡ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് അറിയാമല്ലോ, അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗുണത്തിനേക്കാളേറെ ദോഷം വരും. എന്ന് പറഞ്ഞാൽ അതിൽ അനിമൽ ജീൻ കയറി വരുന്നുണ്ടെന്നാണ് പറയുന്നത്, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി വെച്ചിട്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ GMO അല്ലാത്ത സോർഗം വെച്ചിട്ട് ഉണ്ടാക്കണ മൊളാസസ് എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇതും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ നോക്കുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. സ്വീറ്റ് സോർഗം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ.